അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കട്ടെ. ഇന്ന് നാം പരിചയപ്പെടുന്നത്, ഇന്ന് പഠിക്കുന്നത് അല്ലാഹുവിന്റെ 99 ഇസ്മുകളിലെ വളരെ പ്രധാനപ്പെട്ട മഹത്വങ്ങളുള്ള ഒരു ഇസ്മിനെ സംബന്ധിച്ചാണ്. എന്താണ് ആ ഇസ്മിന്റെ നേട്ടങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെ, അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്രയാണ് ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് പറയാം. ചുരുങ്ങിയ സമയം കൊണ്ട് 5-6 മിനിറ്റ് കൊണ്ട് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും മുഴുവനായി കേൾക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ അറിവ്, വിജ്ഞാനം എത്തിച്ചു കൊടുക്കുക. പല ആളുകളും ചോദിക്കലുണ്ട്, ഉസ്താദെ, ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ, യാചിക്കാതെ ജീവിക്കാൻ നിത്യമായി ചൊല്ലേണ്ട, വളരെ ലളിതമായി ചൊല്ലാൻ കഴിയുന്ന വല്ല ദിക്റുമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ആളുകൾ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ 99 ഇസ്മുകളിലെ അതിമനോഹരമായ ഒരു ഇസ്മാണ് അസീസ് എന്ന ഇസ്മ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രതാപമുള്ള അള്ളാഹു എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് നാം ആദ്യം പറഞ്ഞ പ്രതാപത്തോടുകൂടി, ഇസ്സത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളത്. എങ്ങനെ ചൊല്ലണം, അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്രയാണ് ചൊല്ലേണ്ടത്? നോക്കൂ നിങ്ങൾ, മഹാന്മാരായ ആരിഫീങ്ങൾ, ജ്ഞാനികൾ, മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഈ അസീസ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമങ്ങളിലെ ആ നാമം, ആ ഒരു ഇസ്മ്, മൻ കാലഹ കുല്ല യൗമിൻ, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും അത് പറഞ്ഞാൽ, ബഅദ സ്വലാത്തി സുബ്ഹി വദാവമ അലൈഹാ, സുബ്ഹി നിസ്കാരത്തിന് ശേഷം നിത്യമായിട്ട് യാ അസീസു എന്ന ആ ദിക്ർ, ആ ഇസ്മു ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, യാ അസീസു എന്നതിന്റെ കൂടെ അള്ളാഹു എന്ന് ചേർത്താൽ വളരെ നല്ലതാണ്, മഹത്വം കൂടുതലാണ് ഉള്ളത്. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക. ഇനി അല്ല എങ്കിൽ യാ അസീസു എന്ന് മാത്രം ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല. മൻ കാലഹ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരാള് ഈ ഇസ്മു പറഞ്ഞു ചൊല്ലി, ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം, വദാവമ അലൈഹ, അത് നിത്യമായിട്ട് ചൊല്ലി. ഒരു ദിവസം ചൊല്ലി, പിറ്റേന്ന് ചൊല്ലിയില്ല, 2 ദിവസം ചൊല്ലി, പിന്നെ 3 ദിവസം ചൊല്ലിയില്ല, അങ്ങനെയല്ല. നിത്യമായിട്ട് ഈ ഇസ്മു ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ബിദൂനി അദദിൻ, എണ്ണൊന്നുമില്ല. ഈ റിവായത്തിൽ അങ്ങനെ എണ്ണൊന്നും പറയുന്നില്ല. ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇസ്തഗ്നാ ബി ഖുദ്റത്തിൽ ഖാലിഖി അനിൽ ഖൽഖി, സൃഷ്ടികളെ തൊട്ട് അല്ലാഹു ഇവനെ പര്യാപ്തനാക്കും, സ്വയം പര്യാപ്തനാക്കും. സൃഷ്ടികളോട് ചോദിക്കേണ്ട, യാചിക്കേണ്ട, അവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ, സാഹചര്യം ഈ മനുഷ്യന് പടച്ചവൻ വരുത്തുകയില്ല എന്ന് മഹാന്മാര് പറയുന്നു. ഇത് ഒരു രൂപമാണ്. മറ്റൊരു രൂപം വേറെ ഒരു റിവായത്തും കാണാൻ കഴിയും. മൻ കാലഹ കുല്ല യൗമിൻ ബഅദ സ്വലാത്തി സുബ്ഹി, ഒരാള് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഈ ദിക്ർ നിത്യമായി ചൊല്ലിയാൽ, 41 മറ, എത്രയാണ്? 41 വട്ടം. അപ്പൊ ആദ്യം പറഞ്ഞ റിവായത്തിൽ എണ്ണൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചൊല്ലാം. വേണി 100 ചൊല്ലാം, അല്ലെങ്കിൽ 33 ചൊല്ലാം, അല്ലെങ്കിൽ 313 ചൊല്ലാം. അത് എത്രയോ അധികരിപ്പിക്കുന്ന അത്രയും മഹത്വം കൂടുതലാണ്. അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ റിവായത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് എണ്ണം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 41 മറ, 41 വട്ടം സുബ്ഹി നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും യാ അസീസു എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇസ്തഗ്നാ അനിൽ ഖൽഖി, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സൃഷ്ടികളെ തൊട്ട് അവനെ സ്വയം പര്യാപ്തനാക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇത് വളരെ പവർഫുള്ളായ ഒരു ഇസ്മാണ്. ദാരിദ്ര്യം മാറാൻ, കടം മാറാൻ, പ്രതാപം ലഭിക്കാൻ, ഇസ്സത്ത് ലഭിക്കാൻ, അഭിമാനം ലഭിക്കാൻ, മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ നാം തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഈ ഇസ്മു നിത്യമാകി ചൊല്ലുന്ന ആളുകൾക്ക് ഉണ്ടാകൂല എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നു മുഅ്മിനീങ്ങളെ.
അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് വളരെ നേട്ടമുള്ള മഹത്വമുള്ള ഒന്നാണല്ലോ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, ഈ നാമങ്ങളിലെ ഒന്ന് ഇസ്മുൽ ആളമാണ്. അത് ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നിത്യമായിട്ട് ചൊല്ലുക, ഒരു ഇസ്മു മാത്രമല്ല, എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന നിത്യമായിട്ട് ചൊല്ലുക. ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. അതിലെ ഒരു ഇസ്മുൽ ആളമാണ്, വളരെ മഹത്വമുള്ള ഇസ്മാണ് ഇസ്മുൽ ആളം. മഹാന്മാര് പറയുന്നത് കാണാം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലെ പല ആളുകളും കറാമത്ത് കാണിച്ചത് ഈ ഇസ്മുൽ ആളം കൊണ്ടാണ് എന്ന് പല ഭാഗത്തും കാണാൻ കഴിയും. അപ്പോ വളരെ പുണ്യമുള്ള ഒന്നാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ. അത് നിത്യമായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി 99 ഇസ്മാ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, ഇസ്മുകളുണ്ട്. ആരെങ്കിലും അത് മനപാഠമാക്കി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന ലില്ലാഹി 99 ഇസ്മാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 99 ഇസ്മുകളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരാണോ അത് മുറുകെ പിടിക്കുന്നത്, മനപ്പാഠമാക്കി നിത്യമായി ചൊല്ലി ജീവിക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു അസ്മാഉൽ ഹുസ്ന നിത്യമായി ചൊല്ലാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്ന എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.